ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഗണേശ് ചതുർത്ഥി സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഞാനിന്നിവിടെ ഗണപതിയുടെ ഒരു അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിംഗ് ആണ്. യൂട്യൂബിലായാലും അതുപോലെ പിൻട്രസ്റ്റിലായാലും ഗൂഗിളിലായാലും അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിംഗ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഇമേജ് ആയിരിക്കും ഏറ്റവും ആദ്യം കാണുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഈ പെയിൻറ്റിംഗ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ലാർജ് ക്യാൻവാസ് ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കത് ക്യാൻവാസ് ബോർഡിലായാലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം, എത്ര സൈസ് വേണമെന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു പിക്ചറിൻ്റെ ഒരു ലേഔട്ട് കാണുമ്പോൾ തന്നെ അറിയാം അതൊരു സ്ക്വയർ ഷേപ്പിലുള്ളൊരു സൈസിലാണ് ഞാനിതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ വലിയ ക്യാൻവാസ് സ്ട്രെച്ച് ക്യാൻവാസായിട്ട് കൺവേർട്ട് ചെയ്ത് ഫ്രെയിമൊക്കെ അടിച്ച് ആണ് ഇത് ചെയ്തിട്ടുള്ളത്. അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിങ് ആയതുകൊണ്ട് തന്നെ നല്ല വൈബ്രൻറ്റ് കളേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിങ്സ് എല്ലാം കൂടുതലും വലിയ ഫ്രെയിമിൽ വരയ്ക്കുമ്പോഴാണ് അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ വലിയൊരു ഫ്രെയിം തന്നെ സെലക്ട് ചെയ്യാൻ കാര്യം. അപ്പോൾ എങ്ങനെയാണ് ഈ പെയിൻറ്റിങ് ചെയ്തതെന്നുള്ളത് ഞാനൊരു ടൈം ലാപ്സ് വീഡിയോ പോലെ കാണിക്കുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളുടെ വർക്ക്സും അതുപോലെ റിക്രിയേറ്റഡ് പിക്ചേഴ്സും ട്രൈഡ് പിക്ചേഴ്സും ഒക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഇമെയിൽ വഴി ഷെയർ ചെയ്യാവുന്നതാണ്. ഞാനത് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. കുറേ പേര് അയച്ചു തന്നിട്ടുണ്ട്, എനിക്ക് പോസ്റ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല, പക്ഷേ ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.